ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഒരു സ്പൈഡർമാൻ പ്ലസ് JCB കേക്ക് കണ്ടാലോ. അപ്പോൾ കസ്റ്റമർ നമ്മളെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചി തന്നെയായിരുന്നു. ചേച്ചിയുടെ ചേച്ചീൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്നൊരു ഓർഡറായിരുന്നു. അന്നാണെങ്കിൽ നല്ലൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒഴിവാക്കിയില്ല, ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. സിമ്പിളായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ എക്സ്ട്രാ കളറും കാര്യങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. അന്ന് അത്രയും തിരക്കുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ടോൾ കേക്ക് ആക്കിയിട്ട് തന്നെയേ ചെയ്യുള്ളൂ. ഒന്നാമത് നിങ്ങൾക്കറിയാലോ, എനിക്ക് ടോൾ കേക്കാണ് ചെയ്യാനിഷ്ടം. അപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡെക്കറേഷനിലേക്ക് കിടക്കാം. നമ്മൾ കുറച്ച് ഫോക്സ് ബോൾസാണ് വെക്കുന്നത്. അപ്പോൾ കളറും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെടുത്തുള്ള കുറച്ച് ഫോക്സ് ബോൾസ് എടുത്തിട്ട് വെക്കാനുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലാക്കിയിട്ട് കുറച്ച് ഫോക്സ് ബോൾസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളറും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെടുത്തുള്ള കുറച്ച് കളേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് ടോപ്പർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ഇടയ്ക്ക് ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് മുകളിൽ വെക്കാനിരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ JCB ആദ്യം വെച്ചു. അപ്പോൾ പിന്നെ രണ്ട് സ്പൈഡർമാനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പർ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കില്ല എന്നുള്ളത് കൊണ്ട്, മീൻസ് ബാക്കിൽ ഈ ഒരു സ്പൈഡർമാൻ വരുമ്പോൾ ഈ ഒരു ഗുമ്മ കിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ വെക്കാൻ നിന്നിട്ടില്ല. അപ്പം രണ്ട് ക്യാൻഡിൽ രണ്ട് സൈഡിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ടോപ്പർ വെക്കാൻ ടൈമായെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ആ ടോപ്പർ ഒരു കേക്കിൻ്റെ ഹൈറ്റിൻ്റെ സെൻറ്ററാക്കിയിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ടോപ്പറിൻ്റെ സ്റ്റിക്ക് ഒഴിവാക്കിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റിലിടാം. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഡെലിവറി നമ്മൾ അവരുടെ കസിൻ്റെ വീട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെലിവറി ഇവിടെ അടുത്തൊക്കെ തന്നെ ആണെങ്കിലും കൂടെ തന്നെ ആ ഒരു JCB ആൻഡ് രണ്ട് സ്പൈഡർമാൻ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെറിയ എന്തെങ്കിലും ഡാമേജ് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് സെപ്പറേറ്റ് ആക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പം അങ്ങനെ നമ്മൾ 3 കൂട്ടരെ എടുത്ത് പുറത്തിട്ടു. ദെൻ ഡെലിവറി നമ്മൾ സേഫായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നേ. ഡെലിവറി ടൈമിലുള്ള ആ വീഡിയോസൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നൈറ്റായിരുന്നു ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത കേക്കിൻ്റെ വീഡിയോ ആയിട്ട് അടുത്തിടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.